നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 കൊല്ലത്തെ സുഖലോലുപതയ്ക്ക് നഗരസഭയ്ക്ക് പുറമെ കേരള നിയമസഭയിലും പ്രതിപക്ഷത്തിരിക്കാൻ CPM തീരുമാനിച്ചതിന്റെ ഭാഗമാണ് പുതിയ വിവാദം. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസ് ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഇതിന്റെ തുടക്കം മാത്രമാണ്. തീർത്തും സൗഹൃദപരമായി നടന്ന ഒരു സംഭാഷണവും വിവാദത്തിലേക്ക് തിരിക്കാൻ CPM ജില്ലാ നേതൃത്വമാണ് തീരുമാനിച്ചത്. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ശ്രീലേഖയ്ക്കെതിരെ രംഗത്തെത്തിയത് ഇതിന്റെ ഭാഗമായാണ്. കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസ് ഒഴിയാൻ കൌൺസിലർ R ശ്രീലേഖ ആവശ്യപ്പെട്ടത് BJP നേതൃത്വവുമായി ആലോചിക്കാതെയാണ്. അധികാരമേറ്റ് രണ്ടാം ദിവസം തന്നെ R ശ്രീലേഖ സ്വീകരിച്ച നിലപാട് BJP വെട്ടിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുമ്പോഴും BJPക്ക് കിട്ടിയ ഒരു സുവർണ അവസരം തന്നെ. വാടക നൽകി കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിയാൻ ശ്രീലേഖ ആവശ്യപ്പെട്ട നീക്കം എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ കുഴയുകയാണ് നേതൃത്വമെന്ന് പറഞ്ഞെങ്കിലും ആ വാടകയല്ലായിരുന്നു ശരിക്കും തരേണ്ടിയിരുന്നത് എന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ വീഴുകയാണ്. ശ്രീലേഖയുടെ നീക്കത്തിനെതിരെ ശക്തമായാണ് CPM രംഗത്തെത്തിയത്. കോർപ്പറേഷന് വാടക നൽകുന്ന കെട്ടിടം ഒഴിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കൌൺസിലർ യോഗമാണ്. അങ്ങനെയിരിക്കെ ശ്രീലേഖ എന്ത് അധികാരത്തിന്റെ പുറത്താണ് VK പ്രശാന്തിനോട് ആവശ്യപ്പെട്ടത് എന്നാണ് പ്രധാന ചോദ്യം. ഇതിന് മറുപടി പറയാൻ BJPക്കോ ശ്രീലേഖയ്ക്കോ കഴിയുന്നില്ല. ഇതോടെയാണ് സൗഹൃദത്തിന്റെ പുറത്താണ് ഓഫീസ് ഒഴിയാൻ അഭ്യർത്ഥിച്ചത് എന്ന് ശ്രീലേഖ പറയുന്നത്. വിവാദം പരിധിവിടുമെന്ന തോന്നുന്നതിന്റെ പുറത്താണ് ശ്രീലേഖ പ്രശാന്തിനെ നേരിട്ട് കണ്ട് തണുപ്പിക്കാൻ ശ്രമം നടത്തിയത്. എന്നാൽ ഇതിനു മുൻപ് തന്നെ CPM രാഷ്ട്രീയ വിവാദമായി വിഷയത്തെ ഉയർത്തി. പാർട്ടിയുമായി ആലോചിക്കാതെ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതിൽ ശ്രീലേഖയ്ക്കെതിരെ BJP നേതൃത്വം അതൃപ്തിയുണ്ട് എന്നാണ് വിവരം. മുൻ മേയറും വട്ടിയൂർക്കാവ് MLAയുമായ VK പ്രശാന്ത് സഹോദര തുല്യനാണെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് മാറിത്തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് എന്ന് ശാസ്തമംഗലം കൌൺസിലർ R ശ്രീലേഖ പറഞ്ഞു. തന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിലെ MLA ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത്. തിരക്കിട്ട് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു അഭ്യർത്ഥനയാണ് ഇക്കാര്യം സംസാരിച്ചത്. എന്നാൽ അത് പറ്റില്ല എന്നും ഒഴിപ്പിക്കണമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നാണ് VK പ്രശാന്ത് തന്നോട് പറഞ്ഞതെന്നും ശ്രീലേഖ വ്യക്തമാക്കി. മുൻ മേയറായിരുന്ന സമയത്ത് എടുത്ത കെട്ടിടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. എന്റെ ഫോണിൽ റെക്കോർഡില്ല. അങ്ങനെ ഒരു രീതി എനിക്കില്ല. എന്റെ അറിവിൽ പ്രശാന്തിന്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. എന്റെ യാചനാസ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച രീതിയും നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. എന്റെ അറിവിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കരാർ ഉണ്ടെന്ന് തോന്നുന്നില്ല. കോർപ്പറേഷന്റെ കെട്ടിടമായതുകൊണ്ട് തന്നെ വാടക നൽകുന്നുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുത്തതെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൌൺസിലറായി പ്രവർത്തിക്കാൻ ഒരു ഓഫീസ് ആവശ്യമുണ്ടല്ലോ. ഇപ്പോൾ അങ്ങനെ ഒരു സൗകര്യമില്ല. എന്നെ കാണാൻ വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ തീരുമാനിക്കൂ. ശ്രീലേഖ പറഞ്ഞ വാക്കുകളാണ് ഇത്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിയണമെന്ന് കൌൺസിലർ R ശ്രീലേഖ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വിവാദം ഉടലെടുത്തത്. R ശ്രീലേഖ ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരിക്കില്ല എന്നും മര്യാദയില്ലാത്ത നടപടിയിലാണ് സ്വീകരിച്ചതെന്നും VK പ്രശാന്ത് പറയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം പിടിച്ച് അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് ഈ ആവശ്യം. ഫോണിൽ വിളിച്ച ശ്രീലേഖ പ്രശാന്തിനോട് ഇക്കാര്യം ആവശ്യപ്പെടുകയായിരുന്നു. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിന് പ്രശാന്ത് ഒഴിയണമെന്ന് ഫോണിലൂടെയാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. മുമ്പും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ മിടുക്കനാണ് VK പ്രശാന്ത്. കഴിഞ്ഞ വർഷം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു. ഒടുവിൽ മന്ത്രി ഗണേഷ് തന്നെ സുല്ലിട്ടു. ഇലക്ട്രിക് സിറ്റി ബസ് സർവീസുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് ബൂമറാങ്ങായത്. ഇനി ഇലക്ട്രിക് ബസ് വാങ്ങില്ല എന്നും ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് നടത്തണമെന്നുമുള്ള ഗണേഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനമാണ് പൊതുവെ ഉയർന്നത്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് തുടങ്ങിയവച്ച വിമർശനം CPM സംസ്ഥാന സെക്രട്ടറി വരെ ഏറ്റെടുത്തതോടുകൂടി മന്ത്രി പ്രതിസന്ധിയിലായി. സർക്കാരിനോടോ CPMനോടോ പോലും ആലോചിക്കാതെയുള്ള മന്ത്രിയുടെ പ്രസ്താവന തുടക്കത്തിലെ കല്ലുകടി ഉണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയായി തന്നെ ഗതാഗത മന്ത്രി പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയതോടുകൂടി വിവാദം മുറുങ്ങിയത്. മന്ത്രി മാത്രമല്ലല്ലോ, മന്ത്രിസഭയല്ലേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നായിരുന്നു ഇത് സംബന്ധിച്ച് MV ഗോവിന്ദന്റെ പ്രതികരണം. ഗതാഗത മന്ത്രിക്കുള്ള താക്കീതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്ന വിലയിരുത്തലുകളും ഉയർന്നു. ജനങ്ങൾക്കും ആശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതോടെ ഇലക്ട്രിക് ബസിന്റെ കാര്യത്തിൽ ഗതാഗത മന്ത്രിക്ക് പിന്നാക്കം പോകേണ്ടി വന്നു. നഗരമേഖലയായ വട്ടിയൂർക്കാവിലെ പൊതുജനങ്ങളുടെ അഭിപ്രായമെന്ന നിലയിൽ മന്ത്രിക്കെതിരെ ആദ്യം വെടിപൊട്ടിച്ചത് VK പ്രശാന്ത് MLA ആയിരുന്നു. ഇലക്ട്രിക്
സിറ്റി ബസ് സർവീസ് നയപരമായ തീരുമാനമാണെന്നും KSRTCക്ക് ബാധ്യതയില്ല എന്നുമാണ് VK പ്രശാന്ത് പറഞ്ഞത്. ബസിനെ ആശ്രയിക്കുന്ന നിരവധി പേരുണ്ടെന്നും നിലനിർത്താൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നും നഗരമലിനീകരണം കുറയ്ക്കുന്ന ബസ്സുകൾ നിലനിർത്തണമെന്നും ഇലക്ട്രിക് ബസ് ഒഴിവാക്കുന്നത് ഇടതുമുന്നണി നയമല്ലെന്നും VK പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചു. ജനങ്ങൾ ഏറ്റെടുത്ത ഇലക്ട്രിക് ബസ് സർവീസ് അവസാനിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും നിരക്ക് കൂടുന്നത് പരിഗണിക്കേണ്ടതാണെങ്കിലും പരിഗണിക്കാമെന്നും വട്ടിയൂർക്കാവ് MLA വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ഗതാഗത മന്ത്രിയുടെ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞത്. തിരുവനന്തപുരത്തെ ഇലക്ട്രിക് സിറ്റി ബസ് സർവീസിലെ വിവാദം മുറുകുന്നതിനിടയിൽ തുടർ നടപടികളുമായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നീങ്ങി. ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് KSRTCയിൽ നിന്നും വിശദമായ റിപ്പോർട്ട് ഗതാഗത മന്ത്രി തേടിയിട്ടുണ്ട് എന്നും വ്യക്തമാവുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ മേയറുടെ പുതിയ നീക്കങ്ങൾ കണ്ടു തന്നെ അറിയണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതിന് പിന്നാലെ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ സഖാക്കൾ രംഗത്തെത്തി. ആര്യയുടെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണിതെന്നും ഇനിയെങ്കിലും പേരിൽ നിന്ന് ആ മേയർ എന്നത് അങ്ങ് മാറ്റിയേക്കൂ എന്നുമാണ് ചിലർ പറയുന്നത്. ഒന്നിലും വിവരമില്ലെങ്കിലും അഹംഭാവവും രാഷ്ട്രീയവും അഴിമതി, കെടുകാര്യസ്ഥ, സ്വജനപക്ഷപാതം എന്നിവയിൽ ഡോക്ടറേറ്റ് എടുത്തവരാണ് ഇന്നത്തെ സഖാക്കൾ. BJPയുടെ ഐശ്വര്യം എത്ര ശ്രമിച്ചിട്ടും ജയിക്കാൻ കഴിയാത്ത കോർപ്പറേഷൻ 5 വർഷം പ്രവർത്തിച്ചു കയ്യിൽ കൊടുത്തു. സമാധാനമായല്ലോ, ഭരിച്ചു കുട്ടിച്ചോറാക്കി, ഇപ്പോൾ BJP കയറ്റിയപ്പോൾ എന്നിങ്ങനെ ചിലരുടെ കമന്റുകൾ നീങ്ങുകയാണ്. എന്തായാലും സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ എവിടം വരെ എത്തിയെന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. വരുന്ന മേയിൽ നഗരസഭാ മോഡൽ കലാപം CPM എല്ലായിടത്തും വ്യാപിപ്പിക്കും. കാരണം പ്രതിപക്ഷത്തിരിക്കാനുള്ള റിഹേഴ്സലാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 കൊല്ലം ഭരണത്തിലായതിനാൽ അക്കാര്യം പാർട്ടി മറന്നുപോയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്.